ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ അമേരിക്കയിൽ ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന തുണ്ടിയത്ത് ബാബുക്കുട്ടിയുടെയും ലിസ ബാബുക്കുട്ടിയുടെയും ഗാർഡനാണ്. ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾക്ക് പൂക്കളുടെ ഒരു വസന്തോത്സവമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കേരളത്തിലിപ്പം മഴക്കാലമാണ്. മൺസൂൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയിലാണെങ്കിൽ ഇപ്പം പൂക്കളെല്ലാം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തില്ല ഇന്നത്തെ വീഡിയോ. നമുക്ക് ലിസ മാമിൻ്റെ ഗാർഡൻ ഒന്ന് കാണാം. അതുപോലെ തന്നെ ലിസ മാമിൻ്റെ വാക്കുകളിലൂടെ. എൻ്റെ പേര് ലിസ ബാബുക്കുട്ടി. ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ എനിക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചുമകൻ കൂടിയുണ്ട്. ആക്ച്വലി അവനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം. നാട്ടിൽ പത്തനംതിട്ടയിൽ മയിൽപ്രായിലാണ് എൻ്റെ വീട്. എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഇവിടെയുണ്ട്. ചെറുപ്പം മുതലേ പ്രകൃതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എസ്പെഷ്യലി പൂക്കളും പുഴകളുമൊക്കെ. നാട്ടിൽ വെച്ച് ഞാൻ ഇത്രമാത്രം പൂക്കൾ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഇവിടെ ന്യൂയോർക്കിൽ വന്നപ്പോഴാണ് പൂക്കൾ കാണാൻ തുടങ്ങിയത്. എന്തെല്ലാം തരത്തിലും നിറത്തിലും രൂപത്തിലും ഒക്കെയുള്ള പൂക്കൾ. കണ്ടാൽ മതി വരാത്ത ഭംഗിയുള്ള പൂക്കൾ. ഇവിടെ തണുപ്പും സ്നോയും ഒക്കെ ആയതിനാൽ 4 മാസമൊക്കെ കിട്ടുകയുള്ളൂ പൂക്കളും കൃഷികളും ഒക്കെ നടാൻ. ആ സമയം കൊണ്ട് മെയ് ഒടുവിലേക്ക് നടും, സെപ്റ്റംബറിലേക്ക് എല്ലാം കഴിഞ്ഞിരിക്കണം. അത് കാരണം ആ സമയത്തിനുള്ളിൽ നടണം. പിന്നെ അത് വളരണം, പൂവുണ്ടാകണം, കായുണ്ടാകണം, പറിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെപ്റ്റംബറിലേക്ക് നടന്നിരിക്കും. അതുകൊണ്ട് കൃഷികൾക്ക് പോലും അറിയാം റഷ് ചെയ്താണ് അതും വളരുന്നത്. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. വിൻ്ററിൽ ഉണ്ടാക്കുന്ന കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട്, അത് മാത്രം ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളവും. ഇവിടുത്തെ മണ്ണ് സ്വതവേ നല്ല വളമുള്ള മണ്ണാണ്. എന്ത് നട്ടാലും നല്ലതുപോലെ കിളിച്ചുകൊള്ളും. പിന്നെ സ്നോയൊക്കെ വീഴുന്നതിനാൽ അതിൻ്റേതായ വളവും കിടക്കും. കൃഷിയെക്കാട്ടിലും എനിക്ക് പൂക്കളെ പറ്റി പറയുന്നതാണ് താല്പര്യം. ഇവിടെ പല തരത്തിലുള്ള പൂക്കളാണ്. അതായത് പെരണിയൽസ്, ആനുവൽസ്. പെരണിയൽസ് എല്ലാ വർഷവും തിരിച്ചു വരും. അതിന് സ്നോയെ തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ ശക്തിയുള്ള പൂക്കളാണ്, ശക്തിയുള്ള പ്ലാന്റ്സാണ്. അതായത് തുളിപ്സ്, റോസ്, പിയോണീസ്, ക്ലെമാറ്റിസ്, കാർണേഷൻ, ഡെയ്സി, ലിലീസ്, ഇങ്ങനെ പോകുന്നു. ആനുവൽസ് നമ്മൾ എല്ലാ വർഷവും നടേണ്ട ചെടികളാണ്. ഇവിടെ ന്യൂയോർക്കിൽ ഓരോ പൂക്കൾക്കും ഓരോ സമയമുണ്ട്. ഓരോ മാസത്തിൽ ഓരോ പൂവാണ് ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം. ജൂൺ മാസത്തിൽ ഇന്നത്, സെപ്റ്റംബറിൽ ഇന്നത്, ജൂലൈയിൽ ഇന്നത്, ഇങ്ങനെ. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന മരങ്ങൾ, പൂക്കളുണ്ടാകുന്ന മരങ്ങളാണ് മാഗ്നോളിയ, ചെറി ബ്ലോസം തുടങ്ങിയവ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര തണുപ്പും സ്നോയും ഒക്കെ കഴിഞ്ഞ് ഭൂമി ഇങ്ങനെ വിറങ്ങലിച്ച് മരങ്ങളെല്ലാം ഉണക്കച്ചില്ലകളായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിലോട്ട് എവിടുന്നോ വാരി വിതറിയ മാതിരി മരങ്ങളിലെല്ലാം പൂക്കൾ വന്നങ്ങ് നിറയുക. ഒത്തിരി പൂക്കൾ മാത്രം, ഇലകളില്ലാതെ. അത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. 10 ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ ആ പൂക്കൾ, എങ്കിലും മനോഹരമാണ് കാണാൻ. ഞാൻ കൃഷികളൊക്കെ മെയ് മാസം ഒടുവിൽ നട്ടതാണ്. അത് ഇപ്പോൾ ജൂലൈ ആകുന്നു. പാവലിലൊക്കെ ചെറുതായി പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം അത് കായ്ച്ചു തുടങ്ങും. എനിക്ക് പാവൽ, വഴുതന, ക്യുക്കമ്പർ, ടൊമാറ്റോ, മുളക്, ഇങ്ങനെയൊക്കെയുള്ള കൃഷികളുണ്ട്. ഞങ്ങൾ ഇവിടെയായിട്ട് 37 വർഷമായി. എങ്കിലും ഇപ്പോഴും ഏപ്രിൽ മാസത്തിൽ വിരിയുന്ന മാഗ്നോളിയയും ചെറി ബ്ലോസവും ഒക്കെ കാണാൻ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം സന്തോഷം അത് മനസ്സിന് തരുന്നു.
പൂക്കളും പാട്ടും അത് രണ്ടുമില്ലായിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെയായിരുന്നു ഇരുന്നേനെ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. കാരണം നമ്മൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നാലും അതിൻ്റെ ഇടയിൽ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഒത്തിരി ആശ്വാസം തോന്നാറുണ്ട്. അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പിന്നെ താങ്ക്സ് പറയാനുള്ളത് സലുവിനോടാണ്. പൂക്കളൊക്കെ കണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തത് സലുവാണ്. അതുപോലെ എല്ലാവരും ഇതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ലിസ മാമിൻ്റെ ഗാർഡനിലെ ഗ്രീൻ ആപ്പിളാണ്. ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ലിസ മാമിന് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ടെടുത്ത ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല വെജിറ്റബിൾ ഗാർഡനും ഉണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. റിട്ടയർമെൻറ്റ് ലൈഫ് ശരിക്കും ആസ്വദിക്കുകയാണ് ലിസ മാം. ലിസ മാമിൻ്റെ ഹസ്ബൻഡ് ബാബുക്കുട്ടി സാറിൻ്റെയും മക്കളുടെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് മാമിന് ഇത്രയും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇവിടെ നമുക്ക് ഒരുപാട് ലില്ലി ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. പല കളറിലെയൊക്കെ ഒരുപാട് മൊട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലവും നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ലില്ലി നന്നായിട്ട് വളരത്തുള്ളൂ. ഇതിൻ്റെ ബൾബ് എടുത്തിട്ടാണ് നമ്മൾ പിന്നെയും നമ്മൾ ചെടികളിൽ നടുന്നത്. പോട്ടിനേക്കാളും തറയിൽ നടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന റോസിൻ്റെ വലുപ്പമല്ല ഇവിടുത്തെ ഫ്ലവേഴ്സിന്. കുറച്ചും കൂടെ നല്ല വലിയ സൈസിലുള്ള ഫ്ലവേഴ്സാണ് കൂടുതലൂടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടുക. റോസ് പോലെ തന്നെ പിയണി ഫ്ലവേഴ്സും വളരെ ഭംഗിയാണ്. ഒരുപാട് അടുക്കിനുണ്ടാവുന്നതാണ്. ലിസ മാമിനോട് സംസാരിക്കുമ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും മാമിന് എത്രമാത്രം പൂക്കളും ചെടികളെയും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ചോദിച്ചപ്പം വീഡിയോ എല്ലാം അയച്ചു തരികയും ഇവിടുത്തെ സമയവും അവിടെ US ടൈമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഒരു മടിയും കൂടാതെ എനിക്കിതെല്ലാം അയച്ചു തന്നു. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം അത്രയേറെ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇത് മാമിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. ഇത് പെറ്റൂണിയ. ഇപ്പം നമ്മുടെ കേരളത്തിലും വളരെ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്കും നല്ലപോലെ ഇണങ്ങുന്ന ഒരു ചെടിയാണ്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും. ഒരുപാട് ഷെയ്ഡിലും ഉണ്ട് ഇത്.
മാഡത്തിൻ്റെ ഗാർഡനിലെ ഫ്ലവേഴ്സൊക്കെ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പേരുകൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെടികൾ ഈ ഒരു കളക്ഷനിൽ കാണാൻ സാധിക്കും. ഇത് ഒരു സീസണിൽ പൂക്കുകയും പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരുപാട് ചെടികളുണ്ട്. പക്ഷേ ഒരു ഇല പോലും കാണാൻ സാധിക്കാത്ത വണ്ണം മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നല്ല മണമുള്ള റോസാണ്. നല്ല വലുപ്പമുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കല്ല. പുറത്തുള്ള രാജ്യങ്ങളിൽ, എസ്പെഷ്യലി ഓസ്ട്രേലിയയിലും US-ലും ഒക്കെ കാണുന്ന റോസിൻ്റെ ചെടികൾക്ക് നല്ല വലുപ്പമുണ്ട്. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ ഒരു ട്രീയുടെ പേര് ചെറി ബ്ലോസം എന്നാണ്. ഇലകളൊന്നുമില്ലാതെ മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞ്, ഇതൊരു സീസണിലാണ് ഇത്രയേറെ പൂക്കൾ വരുന്നത്. അത് കഴിഞ്ഞതിന് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പൊഴിഞ്ഞ് താഴെ വീഴും. താഴെ വീണ് കിടക്കുന്ന കാണാൻ ഒരു കാർപ്പറ്റ് വിരിച്ച കണക്ക് തോന്നും. അതുപോലെ തന്നെ ഈ കാറ്റത്തിങ്ങനെ ഉലഞ്ഞ് ഇരിക്കുന്ന ഒരു കാഴ്ച, അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. മാഡം ഇപ്പം കൂടുതൽ സമയം കൊച്ചുമോൻ്റെ കൂടെയും ഒക്കെയുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിച്ചു പോവുകയാണ്. ഇത് നേരത്തെ സീസണിൽ മാം നട്ടിരിക്കുന്ന ചെടികളാണ്. ഓരോ സീസണിലും ചെടികൾ മാറിക്കൊണ്ടിരിക്കും. പ്രകൃതിയെ അത്രമേൽ ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമേ ഇതുപോലെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്ഷമയോടുകൂടി ഇതിന് വളവും വെള്ളവും എല്ലാം കൊടുത്ത് ഇതുപോലെ വളർത്താൻ സാധിക്കത്തുള്ളൂ. ഇതിൽ കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാടൻ ചെടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സമയവും ഇത്ര ഭംഗിയേറിയ പൂക്കൾ ഈ ചെടികൾ തരുന്നത്. ഇനി നമുക്ക് ലിസ മാമിൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കാണാം. ഇവിടെ കൂടുതലും പാവലാണ് നട്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഓർഗാനിക് വെജിറ്റബിൾസ് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം.
ഇത് കഴിഞ്ഞ സീസണിൽ കിട്ടിയ പാവലാണ്. ഇത് മിൻ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലെ മുളക് നമുക്ക് കാണാൻ സാധിക്കും. ഹോട്ട് പെപ്പേഴ്സ്. നല്ല ഭംഗിയാണ് പച്ചമുളകൊക്കെ ഒന്ന് കാണാനായിട്ട്. തക്കാളിയും ഒക്കെ ഇവിടെ വീട്ടിൽ നിന്ന്, ഈ ഗാർഡനിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇത് സ്വീറ്റ് പൊട്ടറ്റോയുടെ പ്ലാന്റാണ്. ഇത് നമ്മുടെ നീളത്തിലുള്ള പയറാണ്. ഇത് നമ്മുടെ തുളസി പോട്ടിലാണ് നട്ടിരിക്കുന്നത്. അതുപോലെ മുരിങ്ങയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സ്പൈസ് ട്രഷേഴ്സ് എന്നാണ് പേര്. നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്, കുക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന ചെടി സ്പാനിഷ് ലാവൻഡർ.